നാരായണൻ എന്ന ഒരാൾ, അദ്ദേഹം മെഡിക്കൽ കോളേജിലെ മുൻ ജീവനക്കാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ നാരായണൻ, താങ്കൾക്ക് ഈ അപകടത്തെക്കുറിച്ച് നൽകാൻ കഴിയുന്ന വിവരം എന്താണ്? താങ്കൾ ആ പ്രദേശവാസിയാണോ? അല്ല, ഞാൻ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരാളാണ്. ഇവിടെ ഞാൻ മെഡിക്കൽ കോളേജിലാണ് വന്നത്. മാസ് കാഷ്വാലിറ്റി അറിഞ്ഞ് വന്നതാണ്. ഇവിടെ 35 വർഷം ജോലി ചെയ്ത ഒരാളാണ്. പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി എന്താന്ന് വെച്ചാൽ 3 പേര് ബ്രോഡ് ഡെഡ് ആണ്. കൊണ്ടിരുമ്പോ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. ബാക്കി 3-4 പേരുടെ സ്ഥിതി അതീവ ഗുരുതരാണ്. അങ്ങനെയാണ് നിൽക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് എത്ര പേരെ കൊണ്ടുവന്നു എന്ന് താങ്കൾക്ക്? 3 പേര് കൊണ്ടുവന്ന് മരണപ്പെട്ടിട്ടാണ് കൊണ്ടുവന്നത്. ബാക്കി 3-4 പേര്, ബാക്കിയുള്ളവര് 5-6 പേര് വളരെ സീരിയസ് ആയി കിടക്കുന്നുണ്ട്. ബാക്കി അതാണ് സ്ഥിതി. എല്ലാ സന്നാഹങ്ങളും എല്ലാം റെഡിയായി എന്ത് വന്നാലും നേരിടാവുന്ന ഒരു സജ്ജീകരണമായിട്ട് മെഡിക്കൽ കോളേജ് വെയിറ്റിംഗ് ആണ്. നിലവിൽ 9 പേരെ എത്തിച്ചു എന്നാണോ മനസ്സിലാക്കുന്നത് നാരായണൻ ചേട്ടാ? അല്ല, എണ്ണം പറയാൻ പറ്റൂല. മറ്റുള്ളവരുടെ ആരോഗ്യം എങ്ങനെയാണ്? അതൊന്നും പറയാൻ പറ്റില്ലാവുന്ന സ്ഥിതിയല്ല. അത്ര മോശം വരുന്നത്. അതാണ് സ്ഥിതി. നിലവിൽ ആ അപകട സ്ഥലത്ത് ഏറ്റവും അടുത്ത ആശുപത്രി തൃശൂർ മെഡിക്കൽ കോളേജാണ് അല്ലെ? പേര് മോശമാണ്. എന്താണ് സാർ? ഇപ്പൊ നിലവിൽ ആ അപകട സ്ഥലത്തിന് ഏറ്റവും അടുത്ത ആശുപത്രി എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജാണ്. ഏറ്റവും അടുത്താണ് മെഡിക്കൽ കോളേജ്. അതെ. 1-2 കിലോമീറ്റർ അപ്പുറത്താണ്. നിലവിൽ എത്ര പേര് വന്നാലും അക്കോമഡേറ്റ് ചെയ്യാൻ പാകത്തിലെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. നല്ല സൗകര്യങ്ങളുണ്ട്. കാഷ്വാലിറ്റി സജ്ജീവമാണ്. ഓക്കെ. അതായത് 3 പേരെ കൊണ്ടുവന്നപ്പോഴേക്കും ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ തന്നെ മരണമടഞ്ഞിരുന്നു എന്നാണ് മെഡിക്കൽ കോളേജിലെ മുൻ ജീവനക്കാരനാണ് അദ്ദേഹം. ഈ അപകടത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയതാണ് എന്നാണ് നാരായണൻ നമ്മളോട് പറഞ്ഞത്. അതിൽ 3 പേരെ അവർ കൊണ്ടുവന്നപ്പോഴേക്കും തന്നെ മരിച്ചിരുന്നു എന്ന് പറയുന്നു. കൂടാതെ 5 പേരോളം അവർ ഗുരുതരാവസ്ഥയിലാണ്, അതീവ ഗുരുതരാവസ്ഥയിലാണ്